السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. പ്രിയ ശ്രോതാക്കളെ, പരിശുദ്ധമായ ഖുർആനിലെ വളരെ ചെറിയ ഒരു സൂറത്താണ് സൂറത്തുൽ അസ്ർ. 3 ആയത്തുകൾ മാത്രം ഉൾക്കൊള്ളുന്ന ഈ സൂറത്ത് വലിയ ആശയതലങ്ങളെ സ്പർശിക്കുന്നുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജറക്ക് മുമ്പ് അവതരിപ്പിച്ച മക്കിയായ സൂറത്താണെന്നതാണ് പ്രബലം. മദനിയാണെന്നും ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ അസ്ർ തകർറുർ നുസൂൽ, ആവർത്തന അവതരണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഏകീകരണ അഭിപ്രായവും പണ്ഡിതന്മാർക്കിടയിൽ കാണാം. ആദ്യമായി സൂറത്തുൽ അസ്റിന് തൊട്ടുമുമ്പുള്ള സൂറത്തിനോട് വലിയ ബന്ധമുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ അസ്റാറു തർത്തീബിൽ ഖുർആൻ എന്ന ഗ്രന്ഥത്തിൽ വിവരിക്കുന്നത് കാണാം. അൽ ഖാരിഅ എന്ന സൂറത്തിൻ്റെ അവസാനം ഫഉമ്മുഹു ഹാവിയ വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ, കത്തിയാളുന്ന നരകം അവർക്കുണ്ടെന്ന് പറയുമ്പോൾ എന്താണ് അതിനു കാരണം? അതിൻ്റെ കാരണം വിശദീകരിച്ചുകൊണ്ടാണ് തുടർന്നുള്ള സൂറത്തു തകാസുറും സൂറത്തു വൽ അസ്റും ഇറങ്ങിയത് എന്നു കാണാം. അതിൻ്റെ ചേർച്ച അങ്ങനെയാണ് വിശദീകരിക്കപ്പെട്ടത്. ബഹുമാനപ്പെട്ട ഇമാം തബറാനി അവിടുത്തെ മുഅ്ജമുൽ ഔസത്തിലും ബൈഹഖി ഇമാം അവിടുത്തെ ശുഅബുൽ ഈമാനിലും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സഹാബികൾ പരസ്പരം കണ്ടുമുട്ടി വേർപിരിയുമ്പോൾ സൂറത്തു വൽ അസ്ർ പാരായണം ചെയ്ത് സലാം പറഞ്ഞ് പിരിയുമെന്നുള്ള സംഭവം. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ആലൂസി റളിയല്ലാഹു അൻഹു അവിടുത്തെ റൂഹുൽ മആനിയിൽ രേഖപ്പെടുത്തുന്നു, ഫീഹാ ഇശാറത്തുൻ ഇലാ ഹാലി മൻ യുൽഹിഹി തകാസുർ വലിദാ വുളിഅത് ബഅദ സൂറത്തി. സൂറത്തു തകാസുറിൻ്റെ ശേഷം സൂറത്തു വൽ അസ്ർ കൊണ്ടുവച്ചതിൻ്റെ താല്പര്യവും ഇതാണ്. പരസ്പരം തകാസുർ ദുനിയാവിലെ പ്രൗഢി പറഞ്ഞുകൊണ്ടുള്ള ഗമനടിക്കൽ, ആഖിറത്തിൽ നിന്നും വഴിതിരിച്ചിട്ടില്ലാത്ത ആളുകളുടെ അവസ്ഥയിലേക്കുള്ള സൂചനയാണ് ഈ സൂറത്തിൻ്റെ ഇല്ലല്ലദീന ആമനു വ അമിലുസ് സ്വാലിഹാത്തി എന്നുള്ള വാക്യങ്ങളിലൂടെ ഖുർആൻ പറഞ്ഞു വെക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, സൂറത്ത് തുടങ്ങുന്നത് വൽ അസ്ർ എന്ന് പറയുന്ന ഒരു സത്യവാചകവുമായിട്ടാണ്. ഖുർആനിൽ പലയിടങ്ങളിലായി വ്യത്യസ്ത സൂറത്തുകൾ ഇങ്ങനെ തുടങ്ങുന്നതായി കാണാം. പ്രധാനമായും ഒരു ഖസം, ഒരു സത്യവാചകമിട്ട് പറയുമ്പോൾ പറയാൻ പോകുന്ന വിഷയത്തിലേക്കുള്ള ശ്രദ്ധ കൂടുതലായി ക്ഷണിക്കലും അതിൻ്റെ പ്രാധാന്യം കൂടുതൽ അറിയിക്കലും ഉദ്ദേശ്യമുണ്ട്. അതിനു പുറമെ അവിടെ സത്യം ചെയ്ത് പറയാൻ ഉപയോഗിച്ച ആ കാര്യവും വിഷയവും വലിയ അഭേദ്യമായ ബന്ധമുണ്ടാകും. വൽ അസ്ർ എന്നതിന് പണ്ഡിതന്മാർ പ്രധാനമായും 4 തഫ്സീറുകളാണ് നൽകുന്നത്. കാലം തന്നെയാണ് സത്യം എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും, ഉച്ചയ്ക്ക് ശേഷമുള്ള സമയമെന്ന് അസ്ർ സമയമെന്ന് പറയുന്നതാണ് എന്ന് അബൂ മുസ്ലിം റളിയല്ലാഹു അൻഹു, സ്വലാത്തുൽ അസ്റിനെ കുറിച്ചാണെന്ന് മുഖാത്തിൽ റളിയല്ലാഹു അൻഹു. മറ്റൊരു അഭിപ്രായം ഹബീബായ തങ്ങൾ ജീവിച്ച കാലഘട്ടമാണ്. ഏതു വെച്ചാലും തുടർന്നു പറയുന്ന ആശയവുമായി വലിയ ബന്ധം നമുക്ക് കാണാം. ഏറ്റവും പ്രധാനമായി വൽ അസ്റിൻ്റെ തഫ്സീർ, വൽ അസ്ർ കാലം തന്നെയാണ് സത്യം. അതായത് ആദം നബി മുതൽ ലോകാവസാനം വരെയുള്ള കാലത്തിലെ ചരിത്രം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യരെല്ലാം പരാജയത്തിൽ ആഭരിച്ചിരിക്കുന്നു എന്ന്. ചരിത്രമാണ് സത്യം ചെയ്യാൻ ഉപയോഗിക്കുന്നത്. സൂറത്തു തീനിലെ അവതരണം തീന്, സൈത്തൂന്, തൂരിസീൻ, ബലദുൽ അമീൻ എന്നതുകൊണ്ട് സത്യം ചെയ്തതിൽ വിശദീകരിച്ചിട്ടുണ്ട്. ചരിത്രത്തിൻ്റെ 4 താളുകളെ സത്യം ചെയ്തുകൊണ്ട് പറയുന്നത്. അതിൻ്റെ ഒരു രൂപം തന്നെയാണ് വൽ അസ്ർ എന്നതിലും ഉൾച്ചേർന്നിട്ടുള്ളത്.
ചരിത്രമാണ് സത്യം. മനുഷ്യരെല്ലാം പരാജിതരാണ്. വിജയിക്കാനുള്ള മാർഗം ഈമാനും അമലുസ്സാലിഹുമാണ് എന്നുള്ളത്. ഫിർഔനിൻ്റെയും ഹാമാനിൻ്റെയും തുടർന്നുള്ള ചരിത്രത്തിലെ ഇബ്രാഹിം നബിയുടെ കാലവും എല്ലാ കാലത്തും നമുക്ക് ഈ ഒരു പരാജയവും വിജയവും നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന് പറയുമ്പോൾ അവിടെ വലിയ ശക്തമായ ഭാഷയിലാണ് ഖുർആൻ പ്രയോഗിക്കുന്നത്. ഇന്നയും ലാമും ഫീ ഖുസ്ർ എന്ന് പറയുന്നുള്ള പ്രയോഗവും ഇമാം റാസി ചർച്ച ചെയ്യുന്നുണ്ട്. വലിയ പരാജയമാണ്, അവനെ മൂടി കെട്ടും പരാജയമെന്ന് ഫീ ഖുസ്ർ എന്നതിന് വിശദീകരിക്കുന്നത് കാണാം. കാരണം മനുഷ്യരെല്ലാം പരാജിതരാണെന്ന് പറയുമ്പോൾ നിഷേധിക്കാൻ ആളുകൾ എമ്പാടുമുണ്ടാകും. കാരണം എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുക ദുനിയാവിലെ ജീവിതത്തെക്കുറിച്ചാണ്. ദുനിയാവിലെ ജീവിതം പരാജയം പലർക്കുമില്ലല്ലോ, അമലുസ്വാലിഹിൽ ഇല്ലാത്തവർക്കും വിജയമുണ്ടല്ലോ. ആ ഒരു നിഷേധത്തെ അവിടുന്ന് റദ്ദ് ചെയ്തുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ അവതരിക്കുന്നത്. ഹുസ്രിൻ എന്ന് പറഞ്ഞിടത്ത് ബഹുമാനപ്പെട്ട ഇമാം ഖത്തീബ് ശിർബിനി അവിടുത്തെ അസ്സിറാജുൽ മുനീർ എന്ന തഫ്സീറിൽ പറയുന്നുണ്ട്, ഹുസ്രിൻ എന്ന് പറയുമ്പോൾ വലിയ ഒരു പരാജയം, ഒരിക്കലും വർണ്ണിക്കാനാവാത്ത പരാജയം എന്നാണ് അർത്ഥം. കാരണം ഏതൊരു തെറ്റും യഅ്ദുമു ബിഇളമി മൻ ഫീ ഹഖ്ഖിഹി ദംബു ഔ ലിഅന്നഹു വഖഅ ഫീ മുഖാബലത്തി നിഅമിൽ അളീമ. ചെയ്യാൻ ആരോടാണ് തെറ്റ് ചെയ്യുന്നതനുസരിച്ചും നമ്മൾ ഏതൊരു നിഅമത്തിൻ്റെ മുഖാബലയിലാണ് തെറ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ തെറ്റിൻ്റെ വലിയ അതിൻ്റെ ആപതനം കൂടും എന്ന് അവിടെ വിശദീകരിക്കുന്നത് കാണാം. വിജയിക്കാനുള്ള മാർഗം ഈമാനും അമലുസ്സാലിഹുമാണ്. ബഹുമാനപ്പെട്ട ഇമാം ലുഖ്മാൻ അലൈഹിസ്സലാം അവിടുത്തെ മകൻ ഉപദേശിക്കുന്ന ഉപദേശങ്ങൾ 4 ഉപദേശങ്ങൾ പ്രധാനപ്പെട്ട് ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ലാ തുശ്രിക ബില്ലാഹ്, മറ്റൊന്ന് നിസ്കരിക്കണം. ശേഷം പറയുന്നു വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ. ശേഷം തുടരുന്നു വസ്ബിർ അലാ മാ അസാബക. ഇതാണ് വിജയത്തിലുള്ള മാർഗമായി സൂറത്തു വൽ അസ്ർ പരിചയപ്പെടുത്തുന്നത്. ഇവിടെ നമുക്ക് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഖൗൽ ഉദ്ധരിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ലൗലം യൻസിൽ ഗൈറു ഹാദിഹി സൂറ ലകഫത്തിൻ നാസ് ലിഅന്നഹാ ശമിലത് ജമീഅ ഉലൂമിൽ ഖുർആൻ. സൂറത്തുൽ അസ്ർ മാത്രമാണ് അവതരിച്ചതെങ്കിൽ പോലും പരിശുദ്ധമായ ഖുർആനിലുള്ള മുഴുവൻ വിവരങ്ങളും അതിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. അല്ലാഹ് അത് ഈ ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അത് മതിയാകുമായിരുന്നു എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. വാക്കുകൾ നിർത്തുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.